ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ക്ലീനിങ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ വീട് മുഴുവനായിട്ട് ക്ലീൻ ചെയ്യുന്ന വലിയ വീഡിയോ ഒന്നുമല്ല, ഒരു കിച്ചൺ കൗണ്ടർ ടോപ്പ് മാത്രം ക്ലീൻ ചെയ്യുന്ന ചെറിയൊരു വീഡിയോ. ഇന്ന് എനിക്കൊരു ധൃതി പിടിച്ച ദിവസമായിരുന്നു. കാരണം ഞാനിന്ന് എഴുന്നേക്കാൻ വൈകി. 4 മണിക്ക് അലാറമൊക്കെ വെച്ച് അലാറം അടിക്കുകയും ചെയ്തു. പക്ഷേ ഞാനത് ഓഫ് ചെയ്ത് വീണ്ടും കിടന്നുറങ്ങി. അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ 5 മണിയായി. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. 4 മണിക്ക് എഴുന്നേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച കാര്യങ്ങൾ 5 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതിൻ്റേതായ ലാഗ് അതിന് വരുമല്ലോ. അങ്ങനെ സാധാരണ ഞാൻ എൻ്റെ പണികളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്നത് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ ഒരു പാത്രം എടുത്തു, അതവിടെ വെച്ചു, പിന്നെ അടുത്തതെടുത്തു. അങ്ങനെ പാത്രങ്ങൾ ഒരുപാട് ഞാൻ എടുത്തു. അവസാനം കഴുകാൻ വേണ്ടി കൂട്ടിയിട്ടപ്പോഴാണ് മനസ്സിലായത് ഇതിന് മാത്രം പാത്രങ്ങളൊക്കെ ഈ വീട്ടിലുണ്ടായിരുന്നു. പാത്രങ്ങൾ നമുക്ക് എത്ര വാങ്ങിയാലും മതിയാവില്ല. നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുന്ന പെണ്ണുങ്ങളുടെ ഒരു ശീലമാണത്. നമുക്ക് പാത്രങ്ങൾ എത്ര കിട്ടിയാലും മതിയാവില്ല. പണ്ടൊക്കെ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു, അമ്മ എന്തിനാണ് ഇങ്ങനെ പാത്രങ്ങൾ വാങ്ങിക്കുന്നത്, ഒരുപാട് പാത്രങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന്. പക്ഷേ ഞാൻ എൻ്റെ അടുക്കളയിൽ പണിയെടുത്ത് തുടങ്ങിയപ്പോൾ ആണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് നമുക്ക് പാത്രങ്ങൾ എത്ര കിട്ടിയാലും മതിയാവില്ല. ഒന്ന് വാങ്ങി അത് അടുത്തത് അത് കണ്ട അത് വാങ്ങി, അങ്ങനെ ഷേപ്പ് മാറുന്നതിനനുസരിച്ച് പോലും പാത്രങ്ങൾ വാങ്ങാൻ എനിക്കിഷ്ടമാണ്. അതുപോലെ തന്നെ ആയിരിക്കും എല്ലാ പെണ്ണുങ്ങളും എന്നാണ് എനിക്ക് തോന്നുന്നത്. പാത്രങ്ങൾ കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് കണ്ടോ, അതിൻ്റെ പൊടി പോയി. ഒരു പ്രാവശ്യം പോയതായിരുന്നു കേട്ടോ. ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. ഇനിയും അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു പിടി പോയി എന്ന് എഴുതിയിട്ട് നമ്മളൊക്കെ കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇനിയും അഡ്ജസ്റ്റ് ചെയ്ത് അത് തന്നെ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ഇത്ര സ്പീഡിൽ പാത്രങ്ങളൊക്കെ കഴുകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നില്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത പണി എന്ന് പറയുന്നത് ഈ പാത്രം കഴുകലാണ്. പണ്ട് അമ്മ വീട്ടിൽ പാത്രം കഴുകാൻ പറയുന്ന സമയത്തും ഞാൻ അമ്മയുടെ അടുത്ത് പറയുമായിരുന്നു, അമ്മ വേറെ എന്ത് പണി വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ പാത്രം കഴുകാൻ മാത്രം പറയില്ല, എനിക്കത് ഇഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ എല്ലാം ചെയ്തല്ലേ മതിയാവും, വേറെ ആരും വരില്ലല്ലോ നമ്മുടെ പാത്രം കഴുകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഏകദേശം പാത്രങ്ങളൊക്കെ കഴുകി കഴിയാറായിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റൗവിൽ നിന്ന് തന്നെ തുടങ്ങാം. സ്റ്റവ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടുത്തത് എന്തെങ്കിലും ഉണ്ടാക്കാൻ വരുന്ന സമയത്തൊരു സന്തോഷമാണ്. കാരണം എൻ്റെ സ്റ്റവ് ഇത്ര വൃത്തിയായി കിടക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. ഈ സ്റ്റവ് എന്ന് പറഞ്ഞാൽ ഒരു പുരാവസ്തുവാണ് കേട്ടോ. പുരാവസ്തു എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഏട്ടൻ ഇവിടെ വന്ന സമയത്ത് വാങ്ങിയിരിക്കുന്ന സ്റ്റൗവാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ 13 വർഷം ആവാറായി. അത്രയും കാലമായിട്ട് ഈ സ്റ്റൗവിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഞാൻ എപ്പോഴും പറയും നമുക്കൊരു ഗ്ലാസ് ടോപ്പ് 3 ബർണറുള്ള സ്റ്റൗവൊക്കെ വാങ്ങണമെന്ന്. പക്ഷേ അത് വാങ്ങാൻ തോന്നാറില്ല സത്യം പറഞ്ഞാൽ. കാരണം ഇതിന് കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു കേട് തോന്നിയാലല്ലേ നമുക്കിത് മാറ്റാൻ തോന്നുള്ളൂ. പക്ഷേ അങ്ങനെ കത്തുന്നതിനോ ഇതാക്കുന്നതിനോ ഒന്നിനും ഒരു പ്രശ്നവും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് മാറ്റാനും തോന്നാറില്ല. അപ്പോൾ സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതാ ഞാൻ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാണ്. അതിലെ പൊടികളൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നമുക്കത് നമ്മുടെ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കാം. ഇത് ഡെറ്റോളും നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ചേർത്തിട്ടുള്ള ഒരു സൊല്യൂഷനാണ് കേട്ടോ. ഇതുപയോഗിച്ച് കഴുകിക്കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് വരും. അങ്ങനെ അവിടെയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഇതാ ഇനിയിപ്പോൾ സിങ്ക് ക്ലീൻ ചെയ്യണം. സിങ്ക് ക്ലീൻ ചെയ്യാനും ഞാൻ നമ്മുടെ പാത്രം കഴുകുന്ന അതേ ലിക്വിഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിന് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ സിങ്ക് വൃത്തിയാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാനിതാ പൈപ്പ് കൂടെ നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് സിങ്കൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഒരു തുണി ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കിയിടാം. നമ്മുടെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാനെടുത്ത ഈ തുണി നമ്മൾ അപ്പം തന്നെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ തുണി അധികം മുഷിയില്ല. ഇപ്പോൾ നമ്മുടെ കിച്ചണൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ കിച്ചൺ ക്ലീനായി കിടന്നു കഴിഞ്ഞാൽ അടുത്ത തവണ നമ്മൾ എന്തെങ്കിലും പണിയെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു മുഷിച്ചിൽ തോന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.